മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുകയാണ്. ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഹരികുമാർ ചേരുകയാണ്. മലപ്പുറത്ത് മഴ ശക്തമായി തന്നെ തുടരുകയാണ്. ഇന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത 2 ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ജില്ലയുടെ പല ഭാഗങ്ങളിലും അതിശക്തമായ മഴയെ തുടർന്ന് വെള്ളം കയറിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ടായ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ഭാരതപ്പുഴയോരത്ത് നിന്ന് ചില കുടുംബങ്ങളെ മാറ്റിയിട്ടുമുണ്ട്. കാറ്റിൽ മരങ്ങൾ വീണ് ഏതാനും വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായും ചാലിയാറും ഭാരതപ്പുഴയും നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയിലാണ്. ചാലിയാറിൽ നമുക്കറിയാം, ഇന്നലെ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി യുവാവിന്റെ മൃതദേഹമടക്കം പുറത്തെത്തിക്കാൻ, മറുകരയിൽ എത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. ഇത്രയ്ക്കധികം വെള്ളം ഒഴുകിയെത്തുന്ന ഒരു അവസ്ഥ ഈ കാലവർഷത്ത് ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ശക്തമായ മഴയാണ് മലപ്പുറം ജില്ലയിലും വനപ്രദേശത്തും പെയ്യുന്നത്. ഇതുപോലെ തന്നെ ഭാരതപ്പുഴയിലും ശക്തമായ ഒഴുക്കുണ്ട്. ജില്ലയുടെ തീരപ്രദേശങ്ങളിലും കടലാക്രമണം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും പാലപ്പെട്ടി, പുതുവന്നാനി മേഖലകളിൽ വെള്ളം കയറുന്ന ഒരവസ്ഥയുണ്ട്. എന്തായാലും ഇന്നും നാളെയും ശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം പുഴയോരത്ത്, അതായത് ഭാരതപ്പുഴയിലും ചാലിയാർ അടക്കമുള്ള പുഴയോര പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ വെള്ളിയാങ്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ഇതോടുകൂടി ഭാരതപ്പുഴയിൽ ശക്തമായ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത്. എന്തായാലും ജില്ലയുടെ പല ഭാഗത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൈമ. ഹരികുമാർ, അതുപോലെ തന്നെ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിലും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ എന്തെങ്കിലുമൊക്കെ ജില്ലയിൽ സജീവമായിട്ടുണ്ടോ? നിലവിൽ കാര്യമായ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. എന്നാലും മുൻകരുതൽ എന്ന നിലയ്ക്ക് പൊന്നാനി തീരപ്രദേശത്ത്, പ്രധാനമായും പൊന്നാനിയിലാണ് ഇത്തരത്തിൽ ആളുകൾ മാറി താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറ്. പ്രധാനമായും കടലോര മേഖലയിൽ ഒട്ടേറെ വീടുകൾ നാശനഷ്ടം വരികയും അല്ലെങ്കിൽ വീടുകളിലേക്ക് വെള്ളം അടിച്ചു കയറുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാറുണ്ട്. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് എല്ലാ കാലവർഷത്തും, അതായത് മഴക്കാലത്തും പൊന്നാനിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തന സജ്ജമാകാറുണ്ട്. ഇത്തരത്തിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ ഈ തീരദേശ മേഖലയിൽ ഉണ്ട്. മറ്റു ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴില്ല. ശരി ഹരികുമാർ. മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. വിവരങ്ങൾ നൽകിയത് ഹരികുമാർ ആയിരുന്നു. വയനാട്ടിലും അതിശക്തമായ മഴ തുടരുകയാണ്. പുന്നപ്പുഴയും ബത്തേരിയിലെ കല്ലൂർ പുഴയും കരകവിഞ്ഞൊഴുകുകയാണ്. ചൂരൽമല, മുണ്ടക്കൈ മേഖലകളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ബെയിലി പാലം താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. മഴ കുറയുന്നതുവരെ പ്രദേശത്തേക്ക് ആരെയും കടത്തിവിടില്ല. അട്ടമല, മുണ്ടക്കൈ മേഖലകളിലെ തോട്ടങ്ങളിൽ തൊഴിലാളികളെ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ പ്രവേശിപ്പിക്കരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിലെ വിനോദസഞ്ചാര മേഖലകളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.